നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ്. വരുമാനത്തിൽ നിന്നും ചെലവ് കഴിച്ച് ബാക്കിയുള്ളതല്ല സമ്പാദിക്കേണ്ടത്. പകരം നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്നും കുറച്ച് സമ്പാദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചിലവഴിക്കുക. മഴക്കാലത്ത് ഉറുമ്പുകൾ ധാന്യമണികൾ ശേഖരിച്ച് വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ വേനലിൽ പക്ഷികൾ ചില്ലകൾ ശേഖരിച്ച് വെക്കാറുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു സമ്പാദ്യ പദ്ധതി തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ നമ്മുടെ ജീവിത ലക്ഷ്യം വേണ്ടത്. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. കൂടുതൽ കാലം ജീവിച്ചിരിക്കേണ്ടി വരാവുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള പണം ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൃത്യമായ തുക എല്ലാ മാസവും അവരുടെ ചിലവുകൾക്ക് കൊടുക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പലർക്കും സാധിക്കാതെ വരും. കാരണം മക്കളുടെ പഠിപ്പ്, സാധനങ്ങളുടെ വിലക്കയറ്റം, മറ്റ് ജീവിത ചെലവുകൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് 100 ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും കൊടുക്കാൻ മിക്ക ആളുകൾക്കും സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് നിങ്ങളുടെ സ്ഥിതിയിൽ ഇതാണെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും? അവർ നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായ തുക മാസം തരുമെന്ന് എന്തെങ്കിലും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും? അവർക്കും ഇതുപോലെ പല ആവശ്യങ്ങളും ഉണ്ടാവില്ലേ? നമ്മളെ സഹായിക്കാൻ അവർക്ക് സാധിക്കുമോ? അഥവാ നമ്മൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയാണെങ്കിലും എത്രത്തോളം നമുക്ക് അതിനുള്ള എക്സ്പെൻസ് ഉണ്ടാകും? അതിനുള്ള തുക നമ്മൾ കരുതേണ്ടതല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ അതിനു വേണ്ടി സേവ് ചെയ്യുക. എത്രയും നേരത്തെ നമ്മൾ അതിനു വേണ്ടി സേവ് ചെയ്യുന്നു അത്രയും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള തുക കണ്ടെത്താനും സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് വരെ നിങ്ങൾ അത്തരം ഒരു പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ തുടങ്ങുക. നാളത്തേക്ക് മാറ്റിവെക്കേണ്ടത് ഒന്നല്ല റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇന്ന് തന്നെ ആരംഭിക്കുക. അതിനുവേണ്ട ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.